ഭാഗ്യവാൻ എന്ന് എല്ലാവരും വിളിക്കുന്ന നമ്മുടെ ശിക്കാരി ശംഭുവിന് ഇത്തവണ വലിയൊരു ലോട്ടറി അടിച്ചു. ന്യൂയോർക്കിലേക്കൊരു യാത്ര. ഭാര്യ ശാന്തിക്ക് സന്തോഷമായെങ്കിലും വിമാനത്തിൽ കയറിയപ്പോൾ തൊപ്പിയിൽ ഒളിച്ചിരിക്കാനായിരുന്നു പാവം ശംഭുവിന്റെ വിധി. ന്യൂയോർക്കിലെ അമ്പരച്ചുംബികൾ കണ്ട് ശംഭുവിന്റെ കിളി പോയി. ഇത്രയും വലിയൊരു കോൺക്രീറ്റ് കാട് അദ്ദേഹം കണ്ടിട്ടേയില്ല. പേടി കാരണം പുറത്തിറങ്ങാതെ ഹോട്ടലിന്റെ 40-ാം നിലയിലെ ബാൽക്കണിയിൽ ശംഭു ശരണം പ്രാപിച്ചു. എന്നാൽ നഗരത്തിൽ മറ്റൊരു വില്ലൻ ഇറങ്ങിയിരുന്നു. സൂറിൽ നിന്നും ചാടിയ ഒരു ഭീമൻ അനക്കൊണ്ട നേരെ ശംഭുവിന്റെ ഹോട്ടലിലേക്ക്. ഈ അപകടം മണത്തെറിഞ്ഞ് രക്ഷകനായി നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. പക്ഷെ സ്പൈഡർമാൻ എത്തും മുമ്പ് ആ ഭീകരൻ പാമ്പ് ശംഭുവിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഒരു ചീറ്റൽ കേട്ട് ഞെട്ടി ഉണർന്ന ശംഭു മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഭയന്ന് വിറച്ചു. ഓടി രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ കാലുകൾ കുഴഞ്ഞ് ശംഭു നേരെ മുന്നോട്ട് വീണു. വീണത് എങ്ങോട്ടാണെന്നോ? നേരെ പാമ്പിന്റെ തലയിലേക്ക്. ശംഭുവിന്റെ വലിയ തൊപ്പി പാമ്പിന്റെ കണ്ണ് കട്ടി. ഇത് കണ്ട സ്പൈഡർമാൻ പോലും അന്തം വിട്ടുപോയി. വെറും കൈകൊണ്ട് പാമ്പിനെ മെരുക്കുന്ന എന്ത് ധൈര്യമാണിതെന്ന്. ഒട്ടും വൈകാതെ ശംഭു പിടിച്ചുവെച്ച വില്ലനെ സ്പൈഡി തന്റെ വലയിൽ ഭദ്രമായി പൂട്ടി. നഗരത്തെ രക്ഷിച്ച വലിയൊരു വീരനായി സ്പൈഡർമാൻ ശംഭുവിനെ വാഴ്ത്തി എഴുന്നേൽപ്പിച്ചു. സംഭവിച്ചത് വെറുമൊരു അബദ്ധമാണെന്ന് ശംഭുവിനല്ലേ അറിയൂ. പുറമെ ഗമയിൽ തൊപ്പിയും ശരിയാക്കി നിന്നു. തിരിച്ചു വന്ന ശാന്തി കണ്ടത് സാക്ഷാൽ സ്പൈഡർമാന്റെ ഒപ്പം കൂളായി നിൽക്കുന്ന സ്വന്തം ഭർത്താവിനെയാണ്. പിന്നെ ഒട്ടും വൈകിച്ചില്ല. ന്യൂയോർക്കിന്റെ സ്വന്തം ഹീറോസിന്റെ ഒപ്പം ഒരു ഒന്നൊന്നര സെൽഫി. അങ്ങനെ പത്രങ്ങളിലെല്ലാം വാർത്ത നിറഞ്ഞു. ഇന്ത്യൻ വേട്ടക്കാരൻ ന്യൂയോർക്കിന്റെയും താരമായി മാറി. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ശംഭു ഇനി മേലാൽ ഈ നഗരത്തിലേക്ക് ഇല്ലെന്നും പറഞ്ഞ് വേഗം നാട്ടിലേക്ക് വണ്ടി കയറി.